കെ.എസ്.ആർ.ടി.സി ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരെ അതിവേഗം ആശുപത്രിയിലേക്ക് എത്തിച്ച് ജീവനക്കാർ. ബസ് എറണാകുളം വൈറ്റ്ല ഹബ്ബിൽ എത്തിയപ്പോൾ കുഴഞ്ഞു വീണ 60 വയസ്സുകാരിയാണ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, സമയോചിതമായ ഇടപെടലാണോ കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ നടത്തിയത്? എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? പ്രദീപ് ജോസഫ്, കെ.എസ്.ആർ.ടി.സി ജീവനക്കാരുടെ സമയോചിത ഇടപെടൽ മൂലം വയോധികയെ ആശുപത്രിയിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞുവല്ലേ? അതെ, കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് ആ വൃദ്ധയ്ക്ക് ജീവൻ തിരികെ കിട്ടി എന്ന് പറയാം. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കെ.എസ്.ആർ.ടി.സിയുടെ സ്വിഫ്റ്റ് ബസ് തൃശ്ശൂരിൽ നിന്ന് വന്ന് വൈറ്റില ഹബിലേക്ക് കയറിയപ്പോഴാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴിഞ്ഞു വീണത്. അടുത്തിരുന്ന യാത്രക്കാരനാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ കുഴിഞ്ഞു വീണു എന്നുള്ള കാര്യം ജീവനക്കാരെ അറിയിക്കുന്നത്. ബസ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി വളരെ വേഗം ഓടിച്ച് നെട്ടൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുചെല്ലുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി. അങ്ങനെ അവർക്ക് ജീവിതത്തിന് അപകടമില്ല എന്നൊരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ബസ് ജീവനക്കാർ അവിടെ കാത്തു നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആ ബസ് ജീവനക്കാർ അതിലുണ്ടായിരുന്ന യാത്രക്കാരെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോയത്. നേരത്തെയും സമാനമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കെ.എസ്.ആർ.ടി.സിയിലും പലപ്പോഴും ഇപ്പോൾ ഒരു സ്വകാര്യ ബസ്സിലാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ കുഴിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ ആ ജീവനക്കാരും ഒപ്പമുള്ള യാത്രക്കാരും ഒക്കെ മുൻകൈയെടുത്ത് അതിവേഗം ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സ നൽകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒട്ടേറെ ജീവനുകളെ തിരികെ പിടിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇന്ന് ഉച്ചയോടുകൂടി വൈറ്റ്ല ഹബിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട സ്ത്രീയെ ജീവനക്കാർ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും എന്തായിരുന്നാലും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ.